ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് തോമസ് ഗ്രേ എഴുതിയ ഓഡ് ഓൺ എ ഡിസ്റ്റൻറ്റ് പ്രോസ്പെക്ട് ഓഫ് ഈറ്റൺ കോളേജ് എന്ന പോം ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ പോം എഴുതിയത് 1742 1742, അതുപോലെ പബ്ലിഷ് ചെയ്തത് 1747 1747. അപ്പോൾ ഈറ്റൺ കോളേജിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ആൺകുട്ടികളുടെ സ്കൂളാണ് ഈ ഈറ്റൺ കോളേജ്. അപ്പോൾ തോമസ് ഗ്രേ ഉൾപ്പെടെ ഇംഗ്ലണ്ടിലെ ഏറ്റവും ശ്രദ്ധേയരായ പല ആളുകളും ഈറ്റണിൽ നിന്നാണ് വിദ്യാഭ്യാസം നേടിയത്. അപ്പം കവിതയിൽ പോയറ്റ് ദൂരെ നിന്ന് കോളേജിലേക്ക് നോക്കുകയാണ്, വീക്ഷിക്കുകയാണ് കോളേജിനെ. ഈ കാഴ്ച ഗ്രഹാതുരത്വവും പല തിരിച്ചറിവുകളും അദ്ദേഹത്തിന് സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ പകുതി, അതായത് സ്റ്റാൻസ 1 to 5 ഒരു ചിയർഫുൾ, അതുപോലെ ഒരു പോസിറ്റീവ് ടോണാണ് നമുക്ക് നൽകുന്നത്. അതുപോലെ ആ സ്റ്റാൻസ 1 to 5 തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡാണ്. അതുപോലെ സ്റ്റാൻസ 6 to 10 തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീം ഓഫ് അഡൾട്ട്ഹുഡ് ആണ്. ഇത്തിരി ലെന്തി പോയാണ്. അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കാം. You distant spires, you antique towers that crown the watery glade. ഈ സ്പയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ ടോപ്പിലുള്ള ഒരു ടോൾ പോയിൻ്റ് ടവറിനെയാണ് ഈ സ്പയേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ആൻറ്റിക് ടവേഴ്സ്, ആൻറ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾഡ് ആയിട്ടുള്ള പഴക്കം ചെന്നുള്ള ടവേഴ്സ്. ദാറ്റ് ക്രൗൺ ദ വാട്ടറി ഗ്ലേഡ്. അപ്പം ഈ ഗ്ലേഡ് എന്ന് പറയുന്നത് ഈ വനപ്രദേശത്തിനുള്ളിൽ ഒരു തുറസായ സ്ഥലമാണ്. അപ്പം അത് പലപ്പോഴും പുല്ലുകൊണ്ട് നിറഞ്ഞതാണ് ആ സ്ഥലം. അപ്പം ഇവിടെ വാട്ടറി ഗ്ലേഡ് എന്ന് പറയുന്നത്, അപ്പം വെള്ളക്കെട്ട്, അതായത് വാട്ടർ എന്ന അഡ്ജക്റ്റീവ് സൂചിപ്പിക്കുന്നത് ഈ ഗ്ലേഡ് ഒരു നദി ഇല്ലെങ്കിൽ തടാകം അല്ലെങ്കിൽ ചതുപ്പ് പോലുള്ള ഒരു ജലാശയത്തിന് സമീപമോ ഇല്ലെങ്കിൽ ചുറ്റപ്പെട്ടതോ ആണെന്നാണ്. അപ്പം ഈ രണ്ട് വരിയുടെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് സ്പൈസ്, അതായത് ദൂരെ കാണപ്പെടുന്ന ഗോപുരങ്ങളും വർഷങ്ങൾ പഴക്കമുള്ള ഗോപുരങ്ങളും ആ വാട്ടറി ഗ്ലേഡിന് ഒരു കിരീടം അണിയിച്ചതുപോലെ കവിക്ക് തോന്നിപ്പിക്കുന്നു, അല്ലെ കവിക്ക് തോന്നുന്നു എന്നാണ്. ഓക്കെ, വെർ ഗ്രേറ്റ്ഫുൾ സയൻസ് സ്റ്റിൽ അഡോർസ് ഹെർ ഹെൻറീസ് ഹോളി ഷേഡ്. അപ്പോൾ ഹെൻറി എന്നത് ഈറ്റൺ കോളേജ് സ്ഥാപിച്ച രാജാവ് ഹെൻറി 6നെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഹോളി ഷേഡ് എന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയോ അല്ലെങ്കിൽ പൈതൃകത്തെയോ പരാമർശിക്കുന്നതിനുള്ള ഒരു കാവ്യാത്മക മാർഗമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഹൈ എസ്റ്റീം, അത് റെസ്പെക്ട് പുലർത്തപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികളാണ്. അതായത് ഇപ്പോഴും ഗ്രേറ്റ്ഫുൾ സ്കോളേഴ്സ്, അതായത് പണ്ഡിതന്മാരും അതുപോലെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി, അതായത് ശാസ്ത്ര സമൂഹവും ഈറ്റൺ കോളേജ് സ്ഥാപിച്ച രാജാവ് ഹെൻറി 6ൻ്റെ പാരമ്പര്യത്തെ ബഹുമാനിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ വരികളുടെ അർത്ഥം. യു ദാറ്റ് ഫ്രം ദ സ്റ്റേറ്റ്ലി ബ്രോ ഓഫ് വിൻസേഴ്സ് ഹൈറ്റ് ദ എക്സ്പാൻസ് ബിലോ, അത് വിൻസറിൻ്റെ കുന്നുകളുടെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് താഴെയുള്ള ഭൂപ്രകൃതിയെ നോക്കുന്ന കാഴ്ചക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് യു ദാറ്റ് ഫ്രം ദ സ്റ്റേറ്റ്ലി ബ്രോ ഓഫ് വിൻസേഴ്സ് ഹൈറ്റ്, അത് ഇത് വിൻസറിൻ്റെ ഉയർന്ന പോയിന്റിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ ഈറ്റൺ കോളേജിൻ്റെയും അതുപോലെ പരിസര പ്രദേശത്തിൻ്റെയും മനോഹരമായ ഭൂപ്രകൃതിയെ വിവരിക്കാൻ പോവാണ്. ഇനി അടുത്ത വരികളിൽ വിവരിക്കുന്നുണ്ട്. ദ എക്സ്പാൻസ് ബിലോ എന്തൊക്കെയാണ്? ഓഫ് ഗ്രോവ്, ഓഫ് ലോൺ, ഓഫ് മീഡ് സർവേ, ഹൂസ് ടഫ്, ഹൂസ് ഷെയ്ഡ്, ഹൂസ് ഫ്ലവേഴ്സ്. അതായത് ഭൂപ്രകൃതിയുടെ വിവരണം തുടരുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത്? വേരിയസ് ഫീച്ചേഴ്സ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഗ്രോവ്, ലോൺ, മെഡോസ്, അതായത് തോട്ടങ്ങൾ, പുൽത്തകിടികൾ, അത് പുൽമേടുകൾ, അതുപോലെ അടുത്ത ലൈനിൽ നോക്കിയ പുല്ല്, തണല്, പൂക്കൾ എന്നിവയും കാണാം. അപ്പോൾ ആ ഭൂപ്രകൃതിയുടെ സൗന്ദര്യത്തെ കൂടുതൽ വിവരിക്കുന്ന വരികളാണിത്. Among wanders the hoary Thames along his silver winding way. ഇടയിൽ കൂടെ പിന്നെ അവിടെ എന്താണ് കാണാൻ കഴിയുന്നത്? അതായത് ഹോറി തേംസ് എന്ന് പറയുന്നത്, അതായത് വളഞ്ഞു പുളഞ്ഞതും വെള്ളി നിറമുള്ളതുമായ പാതയിലൂടെ ഒഴുകുന്ന ഒരു പഴയ നദിയായ തേംസ് നദിയെ വിവരിക്കുന്നു. ഹോറി എന്ന് പറയുമ്പോൾ ഓൾഡ് ആയിട്ടുള്ളത് പഴയ നദി എന്ന് പറയുകയാണ്. വാണ്ടേഴ്സ്, അത് വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ചിത്രം, ആ നദി വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ഒരു ചിത്രമാണ് കവി ഇവിടെ വിവരിക്കുന്നത്. ആ ഹാപ്പി ഹിൽസ്, ആ പ്ലീസിങ് ഷെയ്ഡ്, ആ ഫീൽഡ് ബിലവഡ് ഇൻ വെയിൻ. അപ്പം ഈ വരികൾ ഈറ്റൺ കോളേജിൻ്റെ പ്രകൃതി ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട ഒരു മനോഹരമായ സൗന്ദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു വികാരത്തെ വിവരിക്കുന്നു. അതുപോലെ അവിടെ ഒരിക്കൽ ബാല്യകാലം ചെലവഴിച്ചതിനെ പറ്റി പോയിട്ട് ഓർക്കുന്നു. അപ്പം ഈ വരികൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു നൊസ്റ്റാൾജിക് ലോങ്ങിങ് ഫോർ എ കെയർ ഫ്രീ പാസ്റ്റ് ആണ്. അപ്പം അതുപോലെ ഈ വാചകം സങ്കടത്തിൻ്റെയും നിരാശയുടെയും ഒരു ഫീലിംഗ് ആണ് അവതരിപ്പിക്കുന്നത്. അത് ഇപ്പോൾ നമ്മുടെ പോയറ്റ്, ഒരു മുതിർന്ന ആളായ പോയറ്റ്
പാസ്റ്റ് ലൈഫിൻ്റെ, അതായത് ഫ്യൂട്ടിലിറ്റി ഓഫ് ദ പാസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നു. അതായത് ആ വയലുകളിൽ ഒരിക്കൽ കണ്ടെത്തിയ സന്തോഷവും ആ ജോയ്, അതുപോലെ ഇന്നസെൻസ് എല്ലാം ക്ഷണികവും ഒരു പക്ഷേ ഇനി നേടാനാകാത്തതുമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഓക്കെ, വെർ വൺസ് മൈ കെയർലെസ് ചൈൽഡ്ഹുഡ് സ്ട്രേഡ് എ സ്ട്രേഞ്ചർ എറ്റ് ടു പെയിൻ. അപ്പോൾ പോയിറ്റിൻ്റെ യൂത്ത്ഫുൾ ഇയേഴ്സ് ആണ് ഈ ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്വതന്ത്രമായും ഒരു വിഷമങ്ങളും ടെൻഷനും ഇല്ലാതെ കറങ്ങി നടന്ന ആ യൂത്ത്ഫുൾ ഇയേഴ്സ്. അതായത് കുട്ടികൾക്കെന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർക്കൊരു ടെൻഷനും ഇല്ല, അവർക്കൊരു വിഷമവും ഇല്ല. അവർ അന്നുള്ള ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ, കളികൾ, പഠിത്തം, അത്ര ചിന്തിക്കുന്നുള്ളൂ. ഇത് അവർ അഡൾട്ട്ഹുഡ് ആകുമ്പോൾ എങ്ങനെയാണ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആ യൂത്ത്ഫുൾ ഇയേഴ്സ് നമുക്ക് നൽകുന്ന, അതായത് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഇല്ലെങ്കിൽ വരുന്ന വേദനയോ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളെക്കുറിച്ച് നമുക്ക് അറിയില്ല. അതായത് നമ്മുടെ ഫ്യൂച്ചറിലോ കഷ്ടപ്പാടുകളും നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ചലഞ്ചസിനെ കുറിച്ച് നമുക്ക് ഒരു അറിവുമില്ല. അപ്പോൾ ഈ ലൈൻ ഹൈലൈറ്റ് ചെയ്യുന്നത് സ്പീക്കറിൻ്റെ നിഷ്കളങ്കത്വം, അതുപോലെ ലാക്ക് ഓഫ് എക്സ്പോഷർ ഫോർ സഫറിംഗ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് എ സ്ട്രേഞ്ചർ എറ്റ് ടു പെയിൻ. അത് എ സ്ട്രേഞ്ചർ എറ്റ് ടു പെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഒരിക്കലും വരാനിരിക്കുന്ന ദുഃഖങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല. അവരൊരു സ്ട്രേഞ്ചറാണ് കുട്ടികൾ. ആ ദുഃഖങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് അറിവില്ല. I feel the gales that from you below a momentary bliss bestow. അപ്പം പോയിറ്റിന് ഈറ്റൺ കോളേജിൻ്റെ ആ സ്ഥലത്ത് നിന്ന് വരുന്ന കാറ്റിനെ വിവരിക്കുകയാണ് പോയിറ്റ് ഇവിടെ. അതായത് വിൻഡ്, കാറ്റിനെ ഫീൽ ചെയ്യുകയും അത് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അതായത് ഒരു നൈമിഷിക ആനന്ദം ലഭിച്ചു, അതാണ് പറയുന്നത് എ മൊമെൻ്ററി ബ്ലിസ് ബെസ്റ്റോ. അപ്പോൾ പോയിറ്റിന് ആ കാറ്റ് അനുഭവിച്ചതിൻ്റെ ഫലമായി ഒരു ഹ്രസ്വമായ അല്ലെങ്കിൽ താൽക്കാലിക സന്തോഷം അനുഭവിച്ചു. As waving fresh their gladsome wing, my weary soul they seem to soothe. അതായത് ഊർജ്ജസ്വലമായ ചിറകുകളുള്ള പക്ഷികളെ പോലെ എങ്ങും കെയർഫ്രീ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കണ്ടത് പോയിറ്റിൻ്റെ ക്ഷീണത്തെ, അതായത് ആ വിയറി ആയിട്ടുള്ള സോളിനെ ശാന്തമാക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു, സൂത്ത് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് റിഡലൻ്റ് ഓഫ് ജോയ് ആൻഡ് യൂത്ത് ടു ബ്രീത്ത് എ സെക്കൻഡ് സ്പ്രിങ്. അപ്പോൾ റിഡലൻ്റ് ഓഫ് ജോയ് ആൻഡ് യൂത്ത് എന്ന് ഈ ഫ്രേസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് പോയിറ്റ് ഇപ്പോൾ അനുഭവിക്കുന്ന ഫീലിംഗ് ആണ്. ഓക്കെ, അപ്പം ഇതൊരു മെറ്റഫറാണ് ഇവിടെ. അതായത് സ്പ്രിങ് എന്ന് പറയുന്നില്ലേ, സ്പ്രിങ് എന്ന് സിംബിളൈസ് ചെയ്യുന്നത് നമുക്കറിയാം ഒരു ന്യൂ ബിഗിനിങ് ആണ്, റിന്യൂവൽ അല്ലെങ്കിൽ ഒരു യൂത്ത്ഫുൾ വൈറ്റാലിറ്റി ആണ്. അപ്പോൾ ഈ റിന്യൂവൽ സെൻസ് ഓഫ് ലൈഫ് ആൻഡ് എനർജി പോയിട്ട് അനുഭവിക്കുകയാണ് അവിടെ. അതുകൊണ്ടാണ് പറയുന്നത് എക്സ്പീരിയൻസിങ് എ സെക്കൻഡ് സ്പ്രിങ് എന്ന് പറയുന്നത്. Say, Father Thames, for thou hast seen full many a sprightly race, disporting on thy margate green the paths of pleasure trace. മാർഗരറ്റ് എന്ന് പറയുമ്പോൾ ആ എഡ്ജ് അല്ലെങ്കിൽ മാർജിൻ ആണ് മീനിങ്. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് തേംസ് നദിയെ അഭിസംബോധന ചെയ്യുകയാണ്. എങ്ങനെയാണ് റിവർ തേംസിനെ പെർസോണിഫൈ ചെയ്തിരിക്കുന്നത്? ഒരു വൈസും ഒരു ഓൾഡ് ആയിട്ടുള്ള ഫാദർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ thou hast seen നീ കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ റെഫർ ചെയ്യുന്നത് നദീതീരങ്ങളിൽ വന്ന് സമയം ചിലവിട്ട് ആസ്വദിച്ച് ഒരു വൈബ്രൻറ്റ് സ്പിരിറ്റും കെയർ ഫ്രീ ആയിട്ടുള്ള നിരവധി യുവാക്കളെയും, അതുപോലെ ഈ ഒരു വരി എന്ന് പറയുന്നത് നദിയുടെ പച്ചപ്പ് പുതഞ്ഞ തീരങ്ങൾ കളിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന യുവാക്കളെ വിവരിക്കുന്നു. അതുപോലെ ദ പാത്സ് ഓഫ് പ്ലഷർ ട്രേസ്. അപ്പോൾ ഈ ലൈൻ പിന്നെയും എംഫസൈസ് ചെയ്യുകയാണ് ആ ജോയും കെയർ ഫ്രീ നേച്ചറുമായിട്ടുള്ള യങ് പീപ്പിൾസിൻ്റെ ആക്ടിവിറ്റീസിന്. who foremost now delight to cleave എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ത്രൂ സംതിങ് വിത്ത് പ്ലൈൻഡ് ആംസ്. പ്ലൈൻഡ് എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഗ്രേസ്ഫുൾ മൂവ്മെൻറ്റിനെയാണ് പ്ലൈൻഡ് എന്ന് പറയുന്നത്. വിത്ത് പ്ലൈൻഡ് ആം, തൈ എന്നിവിടെ ഉദ്ദേശിക്കുന്ന റിവറിനെയാണ്, തേംസ് റിവറിനെയാണ്. ഗ്ലാസി വേവ്, ഗ്ലാസി വേവ്. അപ്പോൾ തേംസ് റിവർ എങ്ങനെയുള്ളതാണ്? നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലിയർ സർഫസ് ആയിട്ടുള്ള തേംസ് നദിയാണ്. കാവ്യാത്മകമായി തേംസ് നദിയിലെ ശാന്തവും തെളിഞ്ഞതുമായ വെള്ളത്തിൽ നിന്ന് നീന്തുകയോ അല്ലെങ്കിൽ തുഴയുകയോ അത് പ്രസൻ്റ്ലി ചെയ്യുന്ന ഒരാളുടെ ഉജ്ജ്വലമായ ഒരു ചിത്രമാണ് പോയിറ്റ് ഇവിടെ വിവരിക്കുന്നത്. അതാണ് പറയുന്നത് ഹു ഫോർമോസ്റ്റ് നൗ ഡിലൈറ്റ്, ഹാപ്പി ആയിട്ട് ടു ക്ലീവ് വിത്ത് പ്ലൈൻഡ് ആംസ് തൈ ഗ്ലാസി വേവ്. ദ ക്യാപ്റ്റീവ് ലിനറ്റ് എന്ന് പറയുന്ന ഒരു ബേർഡാണ്. ദ ക്യാപ്റ്റീവ് ലിനറ്റ് വിച്ച് എന്ത്രാൾ. അപ്പോൾ ക്യാപ്റ്റീവ് ലിനറ്റിനെ എന്ത് ആകർഷിക്കുന്നു എന്നാണ് പറയുന്നത്? അതായത് ഒരു കൂട്ടിൽ പിടിച്ചിട്ടിരിക്കുന്ന ലിനറ്റ് പക്ഷിയെ സൂചിപ്പിക്കുന്ന വരിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ഇവിടെ പോയിട്ട് ചോദിക്കുന്നു. ഒരു പോയറ്റിക് എഫക്റ്റിന് വേണ്ടിയാണ് അങ്ങനെ ചോദിക്കുന്നത്. ഒരു ബന്ദിയാക്കപ്പെട്ട പക്ഷിയെ പോലും ആകർഷിക്കാൻ കഴിയുന്നത്ര ആകർഷമാണ് ആർക്ക്? ഇതൊരു മെറ്റഫറാണ്, ഒരു പവർ ഓഫ് യൂത്തിനുള്ളത്.
What ideal progeny succeed to chase a rolling circle speed or urge the flying ball? അപ്പോൾ ഈ ഫ്ലൈയിങ് ബോളിന് ഇവിടെ റെഫർ ചെയ്യുന്ന മേ ബി ക്രിക്കറ്റ് എന്നുള്ളൊരു ആക്ടിവിറ്റി ആയിരിക്കാം. അതുപോലെ റോളിംഗ് സർക്കിൾ സ്പീഡ് എന്ന് റെഫർ ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ് ഓഫ് എ ബോളിനെയാണ്. അപ്പം ഈ ഐഡിയൽ പ്രൊജനി എന്ന് പറയുന്നത് യങ് കെയർഫ്രീ ചിൽഡ്രനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 3 വരികളിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിള്ളേർ എന്ത് ചെയ്യുവാണ്, വേരിയസ് ആക്ടിവിറ്റീസ്, കെയർഫ്രീ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്ലേഫുൾ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിട്ട് അവരവരുടെ സമയം ചിലവഴിക്കുകയാണ്. While some on earnest business bend their murmuring labours ply gainst graver hours that bring constraint to sweeten liberty. അപ്പോൾ വേറെ ചിലർ എന്ത് ചെയ്യുവാണ്, ഏർണസ്റ്റ് ബിസിനസ് ബെൻഡ്, അതായത് ഫോക്കസ് ചെയ്യുവാണ് അവരുടെ ഡ്യൂട്ടീസ്, അവരുടെ വർക്ക്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ദെയർ മർമറിങ് ലേബേഴ്സ് പ്ലൈ, അങ്ങനെ അവരുടെ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതായത് മർമറിങ് നമ്മൾ ഉദ്ദേശിക്കുന്ന മേ ബി അവരുടെ ലെസൺസ് അവർ റിപ്പീറ്റേറ്റീവ് ചെയ്യുകയോ മെമ്മറൈസ് ചെയ്യുകയോ ചെയ്യുന്നതിനെ ആയിരിക്കാം. അപ്പോൾ കുറച്ച് പിള്ളേർ കളിക്കുന്ന ഒരു ചിത്രം നമുക്ക് പോയിട്ട് തന്നു, വേറെ ചിലർ അവരുടെ വർക്ക് ഡ്യൂട്ടീസിൽ ഫോക്കസ് ചെയ്ത് അവരുടെ ആ ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത് ഗെയിൻസ് ഗ്രേവർ അവേഴ്സ്. അത് അതായത് സീരിയസ് ആയിട്ടുള്ള അവേഴ്സിനാണ് ഗ്രേവർ അവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രേവർ അവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ആ സ്റ്റഡി ആ ടൈമോ ഇല്ലെങ്കിൽ ആ ഒരു എൻഗേജ്ഡ് ആയിരിക്കുന്ന ആ ഒരു ടൈമിനെയാണ്. ദാറ്റ് ബ്രിങ് കൺസ്ട്രെയിൻ ടു സ്വീറ്റ് ആൻഡ് ലിബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ആയിരിക്കും, നമുക്കൊരു സ്കൂൾ ലെസൺ ഇല്ലെങ്കിൽ ഒരു സ്കൂൾ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു ലെഷർ ടൈമോ ഇല്ലെങ്കിൽ ഒരു ഫ്രീഡമോ കിട്ടുമ്പോൾ, അത് ഒഴിവ് സമയങ്ങളുടെ ഇല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു പീരീഡ് വരുമ്പോൾ അവർക്കത് കൂടുതൽ ആസ്വാദകരമാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും നേരം പഠിച്ചിട്ടിരുന്നവർക്ക് ഒരു ഒഴിവ് സമയം കിട്ടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു, അവർക്ക് കുറച്ചുകൂടെ ഒരു സന്തോഷം കിട്ടുന്നു. അപ്പം ഡിസിപ്ലിനും അതുപോലെ റെസ്ട്രിക്റ്റഡ് ആയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്നും അവർക്ക് കിട്ടിയ ആ ഒഴിവ് സമയത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് സ്വീറ്റ് ആൻഡ് ലിബർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. സം ബോൾഡ് അഡ്വഞ്ചേഴ്സ് ഡിസ്ഡെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുക്കുക. ദ ലിമിറ്റ്സ് ഓഫ് ദ ലിറ്റിൽ റെയിൻ ആൻഡ് അൺനോൺ റീജിയൻസ് ഡെയർ ഡിസ്ക്രൈബ്. അതായത് ബോൾഡ് അഡ്വഞ്ചേഴ്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ധൈര്യശാലികളും അതുപോലെ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരുമായ വ്യക്തികളെയാണ് ഈ ഒരു ഫ്രേസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ വെറുക്കുന്നു. എന്താ അവർ വെറുക്കുന്നത്? ആ ലിമിറ്റ്സ് ഓഫ് ദ ലിറ്റിൽ റെയിൻ. ഈ ലിമിറ്റ്സ് ഓഫ് ദ ലിറ്റിൽ റെയിൻ എന്ന് പറയുന്നത് ആ ഒരു അവരെ ഒരു റെസ്ട്രിക്ഷൻ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബൗണ്ടറിയെ അവർ വെറുക്കുന്നു. ആൻഡ് അൺനോൺ റീജിയൻസ് ഡെയർ ഡിസ്ക്രൈബ്, അതായത് അജ്ഞാത പ്രദേശങ്ങളിലേക്ക് ധൈര്യത്തോടെ ഇറങ്ങിച്ചെല്ലാൻ അവർ ആഗ്രഹിക്കുന്നു, എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Still as they run, they look behind, they hear a voice in every wind and snatch a fearful joy. അതായത് ഈ വരി യുവത്വത്തിൻ്റെയും അതുപോലെ കാലത്തിൻ്റെ അനിവാര്യമായ ആ കടന്നു പോകലിനെയും കുറിച്ചുള്ള ഒരു കൈപ്പേറിയതും ഒരു മധുരമുള്ളതുമായ ഒരു പ്രതിഫലനത്തെ സൂചിപ്പിക്കുന്നതാണ്. അതായത് അവരുടെ ജീവിതയാത്രയിൽ അവർ മുന്നോട്ട് പോകുമ്പോഴും അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസും അതുപോലെ അവരുടെ കെയർ ഫ്രീ ലൈഫിൻ്റെ ഓർമ്മകളിലേക്ക് തിരികെ അവരെ ആകർഷിക്കപ്പെടുന്നു എന്നതാണ് പറയുന്നത്. അത് ആൻഡ് സ്നാച്ച് എ ഫിയർഫുൾ ജോയ് എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡ് ഡേയ്സിലെ കെയർ ഫ്രീ ജോയും അഡൾട്ട്ഹുഡ് ആകുമ്പോഴേക്കും അവരിലേക്ക് വന്നു കൂടുന്ന ദുഃഖങ്ങളും നിരാശകളും താരതമ്യം ചെയ്യുന്ന ഒരു വരിയാണിത്. ആൻഡ് സ്നാച്ച് എ ഫിയർഫുൾ ജോയ് എന്ന് പറയുമ്പോൾ ആ പാസ്റ്റ് റിമെമ്പർ ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷം, അതുപോലെ ഫിയർ എന്ന് പറയുമ്പോൾ ആ ദിവസങ്ങൾ പോയത് ഓർക്കുമ്പോഴുള്ള ആ ഒരു ഭയവുമാണ് ഉദ്ദേശിക്കുന്നത്. ഗേ ഹോപ്പ് ഈസ് ദെയേഴ്സ് ബൈ ഫാൻസി ഫെഡ്. അതായത് ഗേ ഹോപ്പ് എന്ന് പറയുമ്പോൾ ആ ഒപ്റ്റിമിസ്റ്റിക് ഔട്ട്ലുക്ക്, ശുഭാപ്തി വിശ്വാസം. ഈസ് ദെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈറ്റൻസ് ബോയ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് ആ ശുഭാപ്തി വിശ്വാസം എന്നുള്ളത്. ഓക്കെ, ബൈ ഫാൻസി ഫെഡ് ലെസ് പ്ലീസിങ് വെൻ പോസസ്ഡ്. അതായത് ഈസ് മോർ എൻജോയബിൾ ഇൻ ഇറ്റ്സ് ഇമാജിൻഡ് സ്റ്റേറ്റ്. അതായത് ഫാൻസി ഫെഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇമാജിനേഷൻ അല്ലെങ്കിൽ ആ പവർ ഓഫ് ഇമാജിനേഷൻ ആണ്. അപ്പോൾ ഇറ്റ് ഈസ് മോർ എൻജോയബിൾ ഇൻ ഇറ്റ്സ് ഇമാജിൻ സ്റ്റേറ്റ് ദാൻ വെൻ ഇറ്റ് ബിക്കംസ് എ റിയാലിറ്റി. അത് യാഥാർത്ഥ്യമാകുമ്പോൾ ഉള്ളത് അതിൻ്റെ ആ സാങ്കല്പിക അവസ്ഥയിൽ അത് കൂടുതൽ ആസ്വാദകരമാണെന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. അതായത് ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയേക്കാൾ ഭാവന, ഇമാജിനേഷനാണ് ഈറ്റഡിലെ ആൺകുട്ടികളുടെ ആ കെയർ ഫ്രീയും യൂത്ത്ഫുൾ ആയിട്ടുള്ള പ്രതീക്ഷയ്ക്ക് ഇന്ധനം നൽകുന്നത്. ദ tear forget as soon as shed the sunshine of the breast. അതായത് അടുത്ത വരി, അതായത് ഈ വരി സൂചിപ്പിക്കുന്നത് ആ സാങ്കല്പിക അവസ്ഥയിൽ വളരെ ആസ്വാദകരമായ ഈ പ്രതീക്ഷ യുവത്വത്തിൻ്റെയും അതായത് സന്തോഷങ്ങളും അതുപോലെ അവരുടെ കെയർ ഫ്രീ നേച്ചറും വളരെ തിളക്കമുള്ളതും അതിര് കടന്നതുമാണ്. അതായത് സങ്കടമോ ഇല്ലെങ്കിൽ കണ്ണുനീരോ പോലും പെട്ടെന്ന് മറന്നു പോകുന്നു, അത് റീപ്ലേസ് ആകുന്നു, അവിടെ സെൻസ് ഓഫ് ഹാപ്പിനെസ് റീപ്ലേസ് ചെയ്യുന്നു. അപ്പം ഇത് യുവത്വത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ
വസ്തുക്കളായ ആ അന്തർലീനമായ സന്തോഷത്തെയും ശുഭാപ്തി വിശ്വാസത്തെയും ആ ഒപ്റ്റിമിസ്റ്റിക്കും ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദുഃഖമുണ്ടായപ്പോലും പെട്ടെന്ന് അതിനെ മറികടന്ന് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് അവർക്ക് സാധ്യമാണ് എന്നാണ് ഈ വരി സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സൺഷൈൻ ഓഫ് ദ ബ്രസ്റ്റ്. അതായത് അവരെ ഒരിക്കലും ഒരു ദുഃഖവും ക്ലൗഡ് ചെയ്യാതെ മൂടിക്കെട്ടാതെ അവരെപ്പോഴും എങ്ങനെ ഇരിക്കും, പോസിറ്റീവ് ഔട്ട്ലുക്കോടെ ഇരിക്കും, ദുഃഖങ്ങൾ മറികടക്കും. There's Buxom's health of rosy hue, wild wit, invention ever new, and lively cheer of vigor born. അതായത് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് യങ് ബോയ്സിൻ്റെ ഹെൽത്തി അപ്പിയറൻസ്, അതാണ് പറയുന്നത് റോസി ഹ്യൂ എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അവരുടെ സ്കിന്നിൻ്റെ കളറാണ്. അതുപോലെ അത് സജസ്റ്റ് ചെയ്യുന്ന അവർ ഹെൽത്തിയാണ്, വൈബ്രൻ്റ് ആണ്, അതുപോലെ ഫ്ലഷ്ഡ് കോംപ്ലക്ഷൻ ആണ്. അതുപോലെ വൈൽഡ് വിറ്റ് എന്ന് സജസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ലൈവ്ലിയാണ് അവർ, അതുപോലെ നല്ല ഹ്യൂമറസ് ഇൻ്റലിജൻസ് ഉള്ളവരാണ്. അതിൽ ഇൻവെൻഷൻ എവർ ന്യൂ എന്ന് എംഫസൈസ് ചെയ്യുന്നത്, ഈ വേർഡ് എംഫസൈസ് ചെയ്യുന്നത് ഫ്രഷ് നോവൽ ഐഡിയാസ് തോട്ട്സ് ഉണ്ട് അവർക്ക്, നല്ല എന്നതാണ് ഫ്രഷ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ ക്രിയേറ്റീവ് സ്പിരിറ്റിനെയാണ് ഇവിടെ എംഫസൈസ് ചെയ്യുന്നത്. ലൈവ്ലി ചിയർ റെഫർ ചെയ്യുന്നത് അവരെ ജോയ്ഫുള്ളും അതുപോലെ എനർജറ്റിക് സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയാണ്. അതുപോലെ വിഗർ, അതായത് അവർ ഭയങ്കര ആക്റ്റീവാണ്, ഫിസിക്കൽ മെൻ്റൽ ഫോഴ്സും അവരുടെ സ്ട്രെങ്തിനെയാണ്. അപ്പം അവർ നമ്മുടെ പോയിട്ട് ഇവിടെ ആ ഈറ്റൺ കോളേജിലെ ബോയ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ഓക്കെ, അവരുടെ ലൈവ്ലി സ്പിരിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുവാണ്. അതുപോലെ അടുത്ത വരി നോക്കിയത് ദ തോട്ട്ലെസ് ഡേ, ദ ഈസി നൈറ്റ്. ദ തോട്ട്ലെസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുട്ടികളാണ്, അവർക്ക് ഭാവിയെക്കുറിച്ച് ഒരു ഉത്കണ്ഠയും ഇല്ല. അവർ അതാണ് ഉദ്ദേശിക്കുന്നത്. തോട്ട്ലെസ് ഡേയ്സ്, ദ ഈസി നൈറ്റ്. ഈസി നൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുക, അതായത് ഫ്രീ ഫ്രം സ്ട്രെസ് ആൻഡ് പ്രഷർ ഓഫ് ദ ഡേ. അവർക്കൊരു സ്ട്രെസ് ഇല്ല, ഒരു പ്രഷർ ഇല്ല, അത് പ്രസൻറ്റ് മൊമെൻറ്റിൽ അവർ ജീവിക്കുന്നത്, അത് തോട്ട്ലെസ് ഡേ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ സ്പിരിറ്റ്സ് പ്യുവർ, അതായത് ഹൈലൈറ്റ് ചെയ്യുന്ന അവരുടെ ഇന്നസെൻസിനെയാണ്, നിഷ്കളങ്കതയാണ്. ദ സ്ലംബേഴ്സ് ലൈറ്റ്, അത് പേടി സ്വപ്നങ്ങളോ ഉത്കണ്ഠയോ ഇല്ലാത്ത നല്ലൊരു ഉറക്കത്തെ സൂചിപ്പിക്കുന്നു. ദറ്റ് ഫ്ലൈ ദ അപ്രോച്ച് ഓഫ് മോൺ, അതായത് ചുരുക്കത്തിൽ പ്രായപൂർത്തിയാകുമ്പോൾ ഒരു അഡൾട്ട്ഹുഡിലോട്ട് പോകുമ്പോൾ തങ്ങളെ കാത്തിരിക്കുന്ന ദുഃഖങ്ങളെയോ വെല്ലുവിളികളെയോ കുറിച്ച് അറിയാത്ത ഈറ്റനിലെ ചെറുപ്പക്കാരുടെ കെയർ ഫ്രീ നേച്ചറും അതുപോലെ അവരുടെ സ്വഭാവത്തെയും വിവരിക്കുന്നു. അതുപോലെ അവരുടെ ദിവസങ്ങൾ സന്തോഷവും പ്ലേഫുൾ ആക്ടിവിറ്റീസും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നും പോയിട്ട് ഇവിടെ പറയുന്നു. Alas, regardless of their doom, the little victims play. ഈ ലിറ്റിൽ വിക്ടിംസ് എന്ന് ഉദ്ദേശിക്കുന്ന റെഫർ ചെയ്യുന്നത് യങ് ബോയ്സ് അറ്റ് ഈറ്റൺ കോളേജിലെ യങ് ബോയ്സിനെയാണ്. നോ സെൻസ് ഹാവ് ദേ ഓഫ് ഇൽസ് ടു കം നോർ കെയർ ബിയോണ്ട് ടുഡേ. അതായത് ഇതിനു മുമ്പ് പറഞ്ഞുള്ള വരികൾ തന്നെയാണ് പിന്നെയും പോയിട്ട് എംഫസൈസ് ചെയ്യുന്നത്. അത് റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഡൂം, അതായത് ഈ ഫ്രേസ് എംഫസൈസ് ചെയ്യുന്നത് ഒരു കോൺട്രാസ്റ്റ്, അതായത് ഇപ്പോഴുള്ള കുട്ടികളുടെ ആ കെയർ ഫ്രീ ലൈഫും അവരുടെ കളികളും അതുപോലെ ഫ്യൂച്ചറിൽ അവർ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെയും കുറിച്ചുള്ള പോയിന്റിൻ്റെ വീക്ഷണമാണ് ഈ വാചകം സൂചിപ്പിക്കുന്നത്. അത് കുട്ടികൾ അവർ വളരുമ്പോൾ അവരെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് അറിയത്തില്ല, അപ്പോൾ ചിന്തിക്കുന്നില്ല അവർ, അത് വരാനിരിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചോ അവർ ബോധവാന്മാരല്ല. അത് ഫ്യൂച്ചർ പ്രോബ്ലംസ്, ഫ്യൂച്ചറിലെ ചലഞ്ചസ്, അവർ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, പ്രസൻറ്റ് ആണ്. അതാണ് പറഞ്ഞത് അലാസ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഡൂം ദ ലിറ്റിൽ വിക്ടിംസ് പ്ലേ നോ സെൻസ് ഹാവ് ദേ ഓഫ് ഇൽസ് ടു കം. ഫ്യൂച്ചറിൽ വരുന്ന ഇൽസിനെ കുറിച്ച് അവർ ബോധവാന്മാരല്ല. നോർ കെയർ ബിയോണ്ട് ടുഡേ, അവർ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, പ്രസൻറ്റ് ഡേ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. യെറ്റ് സീ ഹൗ ഓൾ അറൗണ്ട് ദം വെയിറ്റ് ദ മിനിസ്റ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ഫേറ്റ് ആൻഡ് ബ്ലാക്ക് മിസ്ഫോർച്യൂൺസ് ബെയിൽഫുൾ ട്രെയിൻ. അതായത് അവരെ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത്, അതായത് ഇത് കഷ്ടപ്പാടുകൾ, നിർഭാഗ്യങ്ങൾ, ജീവിതത്തിൽ അവർ നേരിടാൻ പോകുന്ന പരീക്ഷണങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നവരെയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു നെഗറ്റീവ് ഫോഴ്സിൻ്റെ സാന്നിധ്യത്തെ കൂടുതൽ ഊന്നിപ്പറയുകയാണ് ഈ വരിയിലൂടെ. അത് യുവാക്കളെ പിന്തുടരുന്ന നിർഭാഗ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരും എന്നതിനെയാണ് ഒരു തീവണ്ടി, അതായത് ബേൽഫുൾ ട്രെയിൻ എന്ന ഒരു ചിത്രം വെച്ച് വിവരിക്കുന്നത്. ഷോ ദം വെയർ ഇൻ ആംബുഷ് സ്റ്റാൻഡ്, അതായത് എവിടെയാണ് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നാണ് പോയിട്ട് പറഞ്ഞത്. ടു സീസ് എ പ്രേ ദ മർദറസ് ബാൻഡ് ആർ ടെൽ ദം ദേ ആർ മെൻ. ഈ മർദറസ് ബാൻഡ് എന്ന ഫ്രേസ് ഒരു മെറ്റഫറാണ്, അതായത് വിധിയെ ഇല്ലെങ്കിൽ അഡ്വേഴ്സിറ്റിയെ, നെഗറ്റീവ് ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമൻ നേച്ചറിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതായത് യുവാക്കളെ കാത്തിരിക്കുന്ന ഇല്ല മറഞ്ഞിരിക്കുന്ന അപകടങ്ങളെയോ കെണികളെയോ വെളിപ്പെടുത്താനാണ് പോയിട്ട് ഈ വരികൾ ഉപയോഗിക്കുന്നത്. അതിൽ ഈ ഫ്രേസിലൂടെ പോയിട്ട് ഒരു വിവിഡ് ഇമേജറി നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അവരെ ആക്രമിക്കാനും അല്ലെങ്കിൽ ചൂഷണം ചെയ്യാനും തയ്യാറായി പതിയിരിക്കുന്ന കൊലപാതക അല്ലെങ്കിൽ ദോഷകരമായ ശക്തികളുടെ ഒരു കൂട്ടത്തെ ചിത്രീകരിക്കുകയാണ് ഈ വാചകത്തിലൂടെ. അതുപോലെ ആ ടെൽ ദം ദേ ആർ മെൻ, അതായത് അവർ പുരുഷന്മാരാണ്. അതായത് ഈ വാചകം പ്രായപൂർത്തിയാകുന്നതിലേക്കുള്ള, അതായത് പരിവർത്തനത്തിൻ്റെ അനിവാര്യതയും അതോടൊപ്പം വരുന്ന കഷ്ടപ്പാടുകളെയും എടുത്തു കാണിക്കുന്ന ഒന്നാണ്.
ദീസ് ഷാൾ ദ ഫ്യൂറി പാഷൻസ് ടിയർ ദ വൾച്ചേഴ്സ് ഓഫ് ദ മൈൻഡ്. അതായത് ഈ ഫ്യൂറി പാഷൻസ് എന്ന് ഉദ്ദേശിക്കുന്ന അൺകൺട്രോൾഡ് ഇമോഷൻസ്, അതായത് ആങ്കർ ആകാം, ഫിയർ ആകാം, ജലസി ആകാം. അപ്പോൾ ഈ ഇമോഷൻസിന് ഒരു ഡിസ്ട്രക്റ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് വൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കാവഞ്ചേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ വൾച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു മെറ്റഫറായിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ദ വൾച്ചേഴ്സ് ഓഫ് ദ മൈൻഡ്, അതായത് ഈ വികാരങ്ങൾ വ്യക്തിയുടെ ആത്മാവിൽ വേദന ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ ഈ നെഗറ്റീവ് വികാരങ്ങളും ചിന്തകളും മനസ്സിനെ നശിപ്പിക്കുമെന്നും ഈ വാക്യം സൂചിപ്പിക്കുന്നു. ഡിസ്ഡെയിൻഫുൾ ആങ്കർ, പാലിഡ് ഫിയർ ആൻഡ് ഷെയിം ദാറ്റ് സ്കൾക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്, ഓക്കെ, സ്കൾക്സ് ബിഹൈൻഡ്. അതായത് കുട്ടികൾ വളരുമ്പോൾ അവർ നേരിടുന്ന കഷ്ടപ്പാടുകളെയും അതുപോലെ നെഗറ്റീവ് വികാരങ്ങളെയും കുറിച്ച് കവി ഇവിടെ വിവരിക്കുകയാണ്. അപ്പോൾ ഈ ഇമോഷൻസ് അല്ലെങ്കിൽ ഈ അനുഭവങ്ങളെല്ലാം അവരെ അഫക്റ്റ് ചെയ്യാം. ഓർ പൈനിങ് ലവ് ഷാൾ വേസ്റ്റ് ദെയർ യൂത്ത്, അതായത് പൈനിങ് ലവ്, അതായത് അൺറിക്വറ്റഡ്, അതായത് തിരിച്ചു കിട്ടാത്ത സ്നേഹം തന്നെ പറയാം. അപ്പോൾ തീവ്രമോ ദുഃഖകരമോ ആയ ഒരു പ്രണയം ഒരു വ്യക്തിയുടെ യുവത്വത്തിൻ്റെ ഊർജ്ജസ്വലതയുടെ ഒരു തകർച്ചയ്ക്ക് കാരണമാകും. ഓർ ജലസി വിത്ത് റാംഗ്ലിംഗ് ടൂത്ത് എന്ന് പറയുമ്പോൾ ഒരു ഇറിറ്റേഷൻ, ഒരു പെയിൻ, ഒരു ഡിസ്കംഫർട്ട് തരുന്ന ഒരു ടൂത്ത് ഏക്ക്, ഓക്കെ. ദ ഇൻലി നോസ് എന്ന് പറയുമ്പോൾ കീറുക. ദ സീക്രട്ട് ഹാർട്ട്, അതായത് ഹൃദയത്തെ കടിച്ചു കീറുന്നു. അതായത് ഈ വാചകം അസൂയയുടെ ഒരു വിനാശകരമായ സ്വഭാവത്തെയാണ് ഊന്നി പറയുന്നത്. ഇതൊരു വ്യക്തിയുടെ ആത്മാവിനെ കാർന്ന് തിന്നുന്ന ഒരു മറഞ്ഞിരിക്കുന്ന വേദനയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്, ഓക്കെ. അതാണ് ജലസി വിത്ത് റാംഗ്ലിംഗ് ടൂത്ത്, ദ ഇൻലി knows the secret heart, and envy van and faded care, and grim visaged comfortless despair, and sorrows piercing dart. അതായത് അസൂയയെ വിളറിയതായി വിശേഷിപ്പിക്കുന്നു. അതിൻ്റെ വിനാശകരമായ സ്വഭാവത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ഫേഡഡ് കെയർ, ഇത് ആളുകളെ ബാധിക്കുന്ന ക്ഷീണത്തെയും ഉത്കണ്ഠയും സൂചിപ്പിക്കുന്ന ഒരു ഫ്രേസാണ്. അതായത് ഒരിക്കൽ പ്രതീക്ഷയും ഊർജ്ജസ്വലവുമായി ഇരുന്നവർ പോലും ജീവിത പോരാട്ടങ്ങൾ തളർന്നു പോകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രിം വിസേജ്ഡ് കംഫർട്ട്ലെസ് ഡിസ്പെയർ, അതായത് നിരാശാജനകവും ഇരുണ്ടതുമായ ഒരു മാനസിക അവസ്ഥ. ആൻഡ് സോറോസ് പിയേഴ്സിംഗ് ഡാട്ട് എന്ന് വെച്ചാൽ ദുഃഖം ആഴത്തിലുള്ള മുറിവുകൾ വരുത്തുമെന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ദുഃഖത്തിൻ്റെ സ്വഭാവത്തെ ഊന്നി പറയുകയാണ്. ആൻഡ് സോറോസ് പിയേഴ്സിംഗ് ഡാട്ട്. അംബീഷൻ, ദിസ് ഷാൾ ടെംപ്റ്റ് ടു റൈസ് എന്നത് വ്യക്തികളെ വിജയത്തിലേക്കും ഉയർന്ന സ്ഥാനങ്ങളിലേക്കും പിന്തുടരാൻ പ്രേരിപ്പിക്കുന്ന ശക്തമായ ഒരു ശക്തിയാണ് ഈ അഭിലാഷം ഇല്ലെങ്കിൽ ഈ അംബീഷൻ എന്നതാണ് ഈ വരി സൂചിപ്പിക്കുന്നത്. അടുത്ത ലൈൻ നോക്കിക്കേ. ദെൻ വേൾ ദ റിച്ച് ഫ്രം ഹൈ, അതായത് ഈ അംബീഷനെ പിന്തുടരുന്നവർക്ക് ആത്യന്തികമായ ഒരു തകർച്ചയിലേക്കും നയിച്ചേക്കാമെന്ന് സൂചിപ്പിക്കുന്നു. ഒരു പക്ഷേ അമിതമായ അഹങ്കാരമോ ഇല്ലെങ്കിൽ നിർഭാഗ്യമോ അല്ലെങ്കിൽ അവരുടെ തന്നെ പ്രവൃത്തിയുടെ അനന്തരഫലങ്ങൾ കൊണ്ടാകാം. അപ്പോൾ ഈ വ്രച്ച് എന്ന വാക്ക് മിസറി അല്ലെങ്കിൽ മിസ്ഫോർച്യൂൺ ആയിട്ടുള്ള വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ടു ബിറ്റർ സ്കോൺ എ സാക്രിഫൈസ്, അതായത് അഭിലാഷമുള്ളവരും അതുപോലെ ഉയർന്ന സ്ഥാനങ്ങൾക്കായി പരിശ്രമിക്കുന്നവരും ഒടുവിൽ പൊതുജനങ്ങളുടെ പരിഹാസത്തിനും അതുപോലെ തന്നെ ബഹുമാനം നഷ്ടപ്പെടുന്നതിനും വിധേയരാകാമെന്നും സൂചിപ്പിക്കുന്നു. ആൻഡ് ഗ്രിന്നി ഇൻഫാമി, അതായത് ഒരു വ്യക്തിയുടെ പതനത്തിൻ്റെ ഒരു ചിത്രമാണ് എടുത്തു കാണിക്കുന്നത്. അവിടെ അവർ അപമാനിക്കപ്പെടുക മാത്രമല്ല അവഹേളനത്തിനും പരിഹാസത്തിനും വിധേയരാകുകയും ചെയ്യുന്നു. ദ സ്റ്റിങ്സ് ഓഫ് ഫോൾസ്ഹുഡ് ദോസ് ഷാൾ ട്രൈ, അതായത് വിശ്വാസവഞ്ചന, ഫോൾസ്ഹുഡ് എന്ന് പറയുമ്പോൾ വിശ്വാസവഞ്ചനയും സത്യസന്ധത ഇല്ലായ്മയും മൂലമുണ്ടാകുന്ന വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും ഒരു ഇമേജറിയാണ് കൊടുക്കുന്നത്. അതായത് സത്യസന്ധത ഇല്ലായ്മയുടെ അനന്തര ഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. വ്യാജത്തിൽ ഏർപ്പെടുന്നവർ അവരുടെ പ്രവൃത്തികളുടെ പ്രതികൂല ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും എടുത്തു കാണിക്കുന്ന ഒരു വരിയാണിത്. ആൻഡ് ഹാർഡ് അൺകൈൻഡ്നെസ് ഓൾട്ടേർഡ് ഐ, അതായത് ദയയില്ലായ്മ കാരണം അവരുടെ കണ്ണുകൾ അനുകമ്പ ഉള്ളതായി തോന്നുന്നതിന് പകരം എന്തായിട്ട് തോന്നി, ക്രൂരവും വികാരരഹിതവുമായ ഒരു നോട്ടം നിറഞ്ഞതായി എന്നാണ് വിവരിക്കുന്നത്. ദാറ്റ് മോക്സ് ദ ടിയർ ഇറ്റ് ഫോഴ്സ്ഡ് ടു ഫ്ലോ, അതായത് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു വ്യക്തി ഒഴുക്കുന്ന കണ്ണുനീർ പോലും പരിഹാസം നേരിടേണ്ടി വരും. ആൻഡ് കീൻ റിമോഴ്സ് വിത്ത് ബ്ലഡ് ഡിഫിൽഡ് എന്ന വാചകം അക്രമോ ഇല്ലെങ്കിൽ രക്തച്ചൊരിച്ചിലോ അങ്ങനെയുള്ള പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തീവ്രമായ കുറ്റബോധത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും അവസ്ഥയെ വിവരിക്കുന്നു. അതായത് മുൻകാല പ്രവൃത്തികളാൽ ആഴത്തിൽ അസ്വസ്ഥനായ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളുടെ ഭാരം മൂലം അവരുടെ മനസ്സ് അല്ലെങ്കിൽ മനസ്സാക്ഷി ഭാരപ്പെടുന്നതിൻ്റെ ചിത്രമാണ് ഈ വരി വിവരിക്കുന്നത്. അത് അക്രമം മൂലം അവരുടെ ആത്മാവിലുണ്ടാകുന്ന അശുദ്ധിയെയും കളങ്കത്തെയും ഊന്നിപ്പറയുന്ന വരികളാണ്. ആൻഡ് മൂഡി മാഡ്നസ് ലാഫിംഗ് വൈൽഡ്
amid severest woe. മൂഡി എന്ന് പറയുമ്പോൾ ഒരു അൺസ്റ്റേബിൾ മെൻ്റൽ സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ ലാഫിങ് വൈൽഡ് എന്നാണ് പറയുന്നത്, അതായത് ശക്തമായ നിയന്ത്രണമില്ലാത്ത ഒരു ചിരി. എന്തിൻ്റെ ഇടയിലും എമിഡ് സിവിയറസ്റ്റ് വോ, അതായത് ഇത് ദുഃഖത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും സന്ദർഭത്തെയാണ് ഊന്നി പറയുന്നത്. അതായത് വലിയ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള മനുഷ്യൻ്റെ കഴിവിൻ്റെ ശക്തമായ ഒരു ചിത്രമാണിത്. ലുക്ക് in the veil of years beneath a grisly troop are seen. ഈ veil of years എന്ന് പറയുന്ന പാസേജ് ഓഫ് ടൈമിനെയാണ്, അതായത് വാർദ്ധക്യത്തിൻ്റെ താഴ്വരയിൽ അവരെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങൾ, അതാണ് അടുത്ത വരിയിൽ പറയുന്നത്. എന്തിനെല്ലാം കാണുന്നു, എന്തിനെല്ലാം നേരിടുന്നത്. ഈ ഗ്രിസ്ലി ട്രൂപ്പ്, അതായത് എ കളക്ഷൻ ഓഫ് അൺപ്ലസൻറ്റ് തിങ്സ്, അതായത് കഷ്ടപ്പാടുകളെ വിവരിക്കുകയാണ്. അതായത് അസുഖങ്ങൾ, ദാരിദ്ര്യം, അതുപോലെ ഏജ് ആകുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഈ ഗ്രിസ്ലി ട്രൂപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പെയിൻഫുൾ ഫാമിലി ഓഫ് ഡെത്ത്, അതായത് കഷ്ടപ്പാടുകൾക്ക് കാരണമാകുന്നതും പലപ്പോഴും മരണത്തിലേക്ക് നയിക്കുന്നതുമായ വിവിധ രോഗങ്ങളെ സൂചിപ്പിക്കുന്നു. മോർ ഹീഡിയസ് ദാൻ ദെയർ ക്യൂൺ, അതായത് ഈ രോഗങ്ങളുമായി ബന്ധപ്പെട്ട കഷ്ടപ്പാട് മരണത്തേക്കാൾ ഭയാനകമാണ് എന്നാണ് ഈ വരി സൂചിപ്പിക്കുന്നത്. അതാണ് പറയുന്നത് മോർ ഹീഡിയസ് ദാൻ ദെയർ ക്യൂൺ. ക്യൂണിന് ഇവിടെ പെർസോണിഫൈ ചെയ്തിരിക്കുന്ന ഡെത്തിനെയാണ്. ദിസ് റാക്സ് ദ ജോയിൻസ്, ദിസ് ഫയേഴ്സ് ദ വെയിൻസ്. അപ്പം എന്താ പറയുന്നത് വെച്ചാൽ ഈ ജോയിൻറ്റിൽ അനുഭവപ്പെടുന്ന ശാരീരിക വേദനയെ സൂചിപ്പിക്കുന്നു. അതുപോലെ ദിസ് ഫയേഴ്സ് എ വെയിൻസ്, അതായത് ഒരു പനി, ഫീവറിഷ് പോലുള്ള ഒരു തോന്നൽ. ദറ്റ് എവരി ലേബറിങ് ന്യൂ സ്ട്രെയിൻസ്, അതായത് ആ സ്ട്രെയിൻഡ് മസിൽസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് രോഗത്തിൻ്റെ അല്ലെങ്കിൽ ശാരീരിക അധ്വാനത്തിൻ്റെയോ ലക്ഷണമാകാം. അപ്പം ഇത് ശാരീരിക ക്ലേശത്തിൻ്റെയും വേദനയുടെയും ഒരു അവസ്ഥയെ സൂചിപ്പിക്കുകയാണ് ഇവിടെ. അതായത് ഏജ് ആകുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലംസിനെ സൂചിപ്പിക്കുകയാണ്. തോസ് ഇൻ ദ ഡീപ്പർ വൈറ്റൽ ഏജ്, അതായത് വാർദ്ധക്യത്തോടൊപ്പം ശാരീരികവും മാനസികവുമായ കഷ്ടപ്പാടുകളെ, പ്രത്യേകിച്ച് ശാരീരിക പ്രവർത്തനങ്ങളുടെ തകർച്ചയെ സൂചിപ്പിക്കുന്നു. ലുക്ക് പോവർട്ടി ടു ഫിൽ ദ ബാൻഡ്, അതായത് പോവർട്ടി ടു ഫിൽ ദ ബാൻഡ്, അതായത് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു മൊത്തത്തിലുള്ള മനുഷ്യ അനുഭവത്തെ അതായത് സൂചിപ്പിക്കുകയാണ്. അത് കഷ്ടപ്പാട്, മരണം, വാർദ്ധക്യം എന്നിവയ്ക്കൊപ്പം, അതായത് ഈ നിരവധി വെല്ലുവിളികളിൽ ഒന്നാണ് എന്ത്, ദാരിദ്ര്യം. അതായത് ലുക്ക് പോവർട്ടി ടു ഫിൽ ദ ബാൻഡ് ദാറ്റ് നംസ് ദ സോൾ, അതായത് ആത്മാവിനെ മരവിപ്പിക്കുന്നു. വിത്ത് ഐസി ഹാൻഡ്, അതായത് ഒരു എന്തൂസിയാസം, ഒരു പാഷനൊക്കെ നഷ്ടപ്പെട്ട് ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. ഒരു ഏജ് ആകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. ആൻഡ് സ്ലോ കൺസ്യൂമിങ് ഏജ്, അതായത് ശാരീരികവും മാനസികവുമായ തകർച്ചയിലേക്ക് നയിച്ചേക്കാവുന്ന ആ വാർദ്ധക്യ പ്രക്രിയയെ സൂചിപ്പിക്കുന്ന ഒരു വരികളാണ് ഇത്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റാൻസ ഡിസ്കസ് ചെയ്യാം. To each his sufferings, all are men, condemned alike to groan. അതായത് എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അതായത് പ്രതികൂല സാഹചര്യങ്ങളെയും വേദനകളെയും നേരിടുക എന്നത് ഒരു സാർവത്രിക മനുഷ്യാവസ്ഥയാണ് എന്നാണ് പറയുന്നത്. To each his sufferings, all are men, condemned alike to groan. The tender for another's pain, അതായത് നമുക്ക് മനുഷ്യർക്കൊരു എബിലിറ്റി ഉണ്ട്, അതായത് വേറൊരാളുടെ സഫറിങ്സിൽ വേറൊരാളോട് ഒരു എമ്പതൈസ്, ആ ഒരു ഫീലിംഗ് ഉണ്ട്. ദ അൺഫീലിംഗ് ഫോർ ഹിസ് ഓൺ, അങ്ങനെ ആണെങ്കിൽ പോലും നമ്മുടെ സഫറിങ്സിൽ നമ്മൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിരിക്കും. അതായത് ഒരു വിരോധാഭാസമായ ഒരു മനുഷ്യ പ്രവണതയാണ് വിവരിക്കുന്നത് കവി ഇവിടെ. അതായത് വേറൊരാളുടെ വേദന നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അവരോട് എമ്പതൈസ് ചെയ്യാനും ഒക്കെ നമ്മളുടെ ഒരു കഷ്ടപ്പാടുകളോട് നമുക്കൊരു മരവിപ്പ് പോലെ, ഒരു നംനെസ്, ഒരു ഇൻസെൻസിറ്റീവ് ഫീലിംഗ് ആണ്. വൈ ഷുഡ് ദേ നോ ദെയർ ഫേറ്റ്, അതായത് ദേ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കുട്ടികളെയാണ്. അതായത് കുട്ടികൾ തങ്ങളെ കാത്തിരിക്കുന്ന കഷ്ടപ്പാടുകളും അതുപോലെ ദുഃഖങ്ങളെയും കുറിച്ച് അറിയാതെ, എന്നുവെച്ചാൽ അവരത് അറിയാതെ തുടരണമെന്ന കവിയുടെ ആഗ്രഹമാണ് ഈ വരികൾ. അവരെ കാത്തിരിക്കുന്ന വിധികൾ അറിയണം. Since sorrow never comes too late and happiness too swiftly flies, അതായത് ദുഃഖം ജീവിതത്തിൻ്റെ സാർവത്രികവും അതുപോലെ തന്നെ ഒഴിവാക്കാനാവാത്തതുമായ ഒരു ഭാഗമാണെന്ന് ഈ വരി സൂചിപ്പിക്കുന്നു. അതാണ് സോറോ നെവർ കംസ് ടു ലേറ്റ്, അതായത് ദുഃഖം ബാധിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സമയമില്ല എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ദുഃഖത്തിൻ്റെ ഒരു അംശം എല്ലാവർക്കും കാണും. അതായത് ആൻഡ് ഹാപ്പിനെസ് ടു സ്വിഫ്റ്റ്ലി ഫ്ലൈസ്, അതായത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ക്ഷണികമാണെന്നും അവ എന്നേക്കുമായി നിലനിൽക്കുകയില്ലെന്നും കവി ഈ വരിയിലൂടെ എടുത്തു കാണിക്കുന്നു. തോട്ട് വുഡ് ഡിസ്ട്രോയ് ദ പാരഡൈസ്, അതായത് തോട്ട്, ചിന്ത. അപ്പോൾ കുട്ടികൾ ലോകത്തിൻ്റെ ആ കഠിനമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ഭാവി ദുരിതങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങിയാൽ ബാല്യത്തിൻ്റെ നിഷ്കളങ്കമായ സന്തോഷം നശിച്ചു പോയേക്കാം എന്നാണ് കവി പറയുന്നത്.
അതാണ് പറയുന്നത്, തോട്ട് വുഡ് ഡിസ്ട്രോയ് ദെയർ പാരഡൈസ്. അവരുടെ സന്തോഷം ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടും. നോ മോർ വെയർ ഇഗ്നോറൻസ് ഈസ് ബ്ലിസ്, ഇറ്റ്സ് ഫോളി ടു ബി വൈസ്. ആക്ച്വലി ഇതൊരു പ്രോവർബാണ്. അതായത് ചില സത്യങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്, പ്രത്യേകിച്ച് ആ അറിവ് വേദനയോ ഇല്ലെങ്കിൽ അൺഹാപ്പിനെസ് സങ്കടമോ ഉണ്ടാക്കുമെങ്കിൽ. അപ്പം ലോകത്തിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള അവയർനെസ്സിനേക്കാളും ബാല്യത്തിലെ ആ കെയർ ഫ്രീ ഇന്നസെൻസ് ആണ് അഭികാമ്യം എന്ന ആശയം ചിത്രീകരിക്കാൻ കവി ഇവിടെ ഈ ആശയം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഈ ഇഗ്നറൻസ് ഈസ് ബ്ലിസ് എന്ന കോൺസെപ്റ്റ് ഒരു തീമാണ് ഈ പോയത്തിൻ്റെ. അതുപോലെ വേറെ തീം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നസെൻസ്, അതുപോലെ ചൈൽഡ്ഹുഡ്, പിന്നെ പാസേജ് ഓഫ് ടൈം, പിന്നെ ദ ഇന്നെവിറ്റബിലിറ്റി ഓഫ് സഫറിങ്, ഇതെല്ലാം ഈ പോയത്തിൻ്റെ ഒരു തീമുകളാണ്. I hope you are clear with this explanation, and if you feel this class useful, please share with your friends. Thank you and have a nice day.